എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല വന്നിരിക്കുന്നത്. നമ്മൾ ന്യൂ ഇയറും ഒക്കെ ആയിട്ട് നമ്മളൊരു ഫാം സ്റ്റേ നടത്താറുണ്ടല്ലോ. നമ്മുടെ ചാനൽ നേരത്തെ വിസിറ്റ് ചെയ്തിരുന്നവർക്കൊക്കെ അറിയാം. നമ്മൾ ഫാം സ്റ്റേ ആയിട്ട് ക്രിസ്മസ്, ന്യൂ ഇയർ ഈ അവസരങ്ങളിൽ എപ്പോഴേലൊക്കെ പോകാറുണ്ട്. അപ്പം നമുക്ക് ആ ഒരു ടൈമിൽ പോകാൻ പറ്റിയില്ല എങ്കിലും ജനുവരിയിൽ തന്നെ നമ്മൾ വിസിറ്റ് ചെയ്ത അജ്മാനിലെ മൈത്രി ഫാമിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിവിടെ പങ്കുവയ്ക്കുന്നത്. എല്ലാ വർഷവും നമ്മൾ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ ഫാം സ്റ്റേ നടത്താറുണ്ട്. ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസമൊക്കെ ആയിട്ട്. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ അജ്മാനിലെ മൈത്രി ഫാമിലാണ് വന്നിരിക്കുന്നത്. അപ്പം നമ്മുടെ ചാനൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വയ്ക്കാൻ മറക്കരുത് കേട്ടോ. എങ്കിൽ മാത്രമേ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് നെക്സ്റ്റ് ടൈം തൊട്ടുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. പറ്റുമെങ്കിൽ ഇതുപോലെ ദുബൈയിലുള്ളവർക്ക് ഫാം സ്റ്റേ ഒക്കെ നടത്താനായിട്ട് മീൻസ് അങ്ങനെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ നമ്മുടെ ഈ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മൾ ഒരു സാറ്റർഡേ മോർണിംഗ് ആണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഒരു 10 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ എത്തിയിട്ടോ. 11 മണി തൊട്ടാണ് നമുക്ക് അലൗഡ് ചെയ്തിരിക്കുന്ന സമയം, പിറ്റേ ദിവസം 11 മണി വരെ. അപ്പോൾ നമ്മളെല്ലാം രാവിലെ വന്ന് സെറ്റ് ചെയ്യാന്നുള്ള രീതിയിൽ നമ്മൾ തന്നെ ഏറ്റവും ആദ്യമേ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് തന്നെ ഞാൻ നടന്ന് ഫുള്ള് ഫാം ഫുള്ള് വ്യൂ ക്യാമറയിൽ എടുത്തതാണ്. നമ്മൾ ഒത്തിരി ഫാംസ് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇതുപോലെ പോയിട്ടുള്ളത് ഞാൻ നമ്മുടെ വീഡിയോസിൽ എന്താ പറയുക, നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ വേണമെങ്കിൽ ഒരു പ്ലേലിസ്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടും. മിക്ക ഫാംസിലും നമ്മൾ പോയിട്ടുണ്ട്, മിക്കതെന്ന് പറയാൻ പറ്റില്ല, എങ്കിലും ആ ഫാമിൻ്റെ പേരും എൻ്റെ ചാനലിൻ്റെ പേരും വെച്ചിട്ട് സെർച്ച് ചെയ്താൽ നമ്മൾ പോയിട്ടുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ആ വീഡിയോസൊക്കെ കണ്ടു നോക്കാം. അത്യാവശ്യം നല്ല വ്യൂസൊക്കെ കിട്ടുന്നുണ്ട് അങ്ങനെയുള്ള വീഡിയോസിന്, അതുകൊണ്ടാണ് പറയുന്നത്. പിന്നെ എന്താ പറയുക, നമ്മൾ ഇതാ കണ്ടില്ലേ, നല്ലൊരു അടിപൊളി സ്വിമ്മിംഗ് പൂൾ ഉണ്ടായിരുന്നു അവിടെ. വലിയ ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. തൊട്ടിപ്പുറത്തും പിള്ളേർക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ സ്വിമ്മിംഗ് പൂളും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞു പിള്ളേരെ മാത്രമേ ഞങ്ങൾ അതിൽ ഇറക്കിയിട്ടുള്ളൂ. ബാക്കി എല്ലാവരും വലിയ പൂളിൽ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അത്യാവശ്യം നല്ല തണുപ്പും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ഓപ്പൺ ഏരിയ ആയതുകൊണ്ട് തന്നെ നല്ല തണുപ്പായിരുന്നേ. അപ്പോൾ ചെന്നപ്പോൾ തന്നെയുള്ള വിശേഷങ്ങളാണ്. എല്ലാവരും എന്താ പറയുക, എല്ലാം ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ തൊട്ടപ്പുറത്ത്, അതായത് എനിക്ക് തോന്നുന്നു 1 ഏക്കർ ചുറ്റളവ് സെറ്റപ്പിലാണ് ഇത് കിടക്കുന്നതെന്ന് കേട്ടോ. അതൊന്നും കറക്റ്റായിട്ട് അറിയത്തില്ല. അതായത് കിച്ചൻ്റെ ഇപ്പുറത്തെ സൈഡിലാണ് ഗ്രില്ല് ചെയ്യാനുള്ള സംവിധാനമൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ വേറെ ഇവിടെ ഉണ്ട്, തൊട്ടപ്പുറത്തും ഉണ്ട് ആ സ്റ്റേജ് സെറ്റപ്പൊക്കെ ഉള്ളിടത്ത്. അപ്പോൾ അവിടെയാണ് നമ്മൾ ചെയ്തത് കേട്ടോ. പിന്നെ ഇത് ഫാം സ്റ്റേ എന്നതിലുപരി എന്തെങ്കിലും പ്രോഗ്രാംസൊക്കെ നമുക്ക് ചെയ്യാൻ ഒത്തിരി നല്ലതായിരിക്കും. എന്താ പറയുക, ഫാം സ്റ്റേക്ക് അത്യാവശ്യം നല്ല 4 റൂമും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതെല്ലാം ഞാനിപ്പോൾ തന്നെ കാണിക്കാം. പക്ഷേ ഒന്നുകൂടി സ്റ്റേജ് ഷോയും അങ്ങനെയുള്ള സംഭവങ്ങൾക്കൊക്കെ ആയിരിക്കും ഒന്നുകൂടി നല്ലതെന്ന് എൻ്റെ ഇതുവരെ പോയുള്ള ഒരനുഭവത്തിൽ നിന്ന് എനിക്ക് തോന്നി. പിന്നെ എന്താ പറയുക, നമ്മൾ ഇതുവരെ ചെന്ന ഫാമിലൊക്കെ ചെല്ലുമ്പോൾ തന്നെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയായിട്ട് ഇട്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ മാത്രം അത്ര ഒരു നീറ്റ്നെസ് നമ്മൾ വിചാരിച്ച പോലെ നമുക്ക് കിട്ടിയില്ല. പിന്നെ നമ്മൾ അവരോട് പറഞ്ഞു, അവരപ്പോൾ തന്നെ പെട്ടെന്നെല്ലാം ശരിയാക്കി തന്നു കേട്ടോ. ചെന്നപ്പോൾ ഫ്രിഡ്ജ് വർക്ക് ചെയ്യുന്നില്ല, നമ്മൾ ഗ്രില്ല് ചെയ്യാനും അങ്ങനെ കൊണ്ടുപോയ സാധനങ്ങളൊക്കെ ചീത്തയായി പോകുമല്ലോ. അപ്പോൾ പിന്നെ പറഞ്ഞു, പിന്നെ ഒരു 1-2 മണിക്കൂറിനുള്ളിൽ തന്നെ അവരെല്ലാം റെഡിയാക്കി തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ എന്താ പറയുക, ഇല്ലാത്തത് പറയരുതല്ലോ, അവരെല്ലാം ചെയ്തു തന്നു. എങ്കിലും ഇതുവരെ നമ്മൾ സ്റ്റേ ചെയ്ത ഫാം ഹൗസ് വെച്ച് നോക്കുമ്പോൾ അത്ര ഒരു നല്ല അഭിപ്രായമില്ല കേട്ടോ. പിന്നെന്താ പറയുക, ഇതാ കണ്ടോ, ഡൈനിങ് ഒക്കെ ആണെങ്കിൽ നല്ല നീളത്തിലുള്ള ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിനകത്തിരിക്കാനാണ് സത്യം പറഞ്ഞാൽ ഏറ്റവും സുഖം കേട്ടോ. ഒരു 4 റൂമുകളും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എന്താ ഗംഗ, യമുന, കാവേരി എന്നൊക്കെ പറഞ്ഞിട്ട്, എനിക്ക് തോന്നുന്നു ഇത് തമിഴല്ല, തെലുങ്ക് ആണ് ഇതിൻ്റെ ഓണേഴ്സ് എന്ന് തോന്നുന്നു. അങ്ങനെയൊക്കെയാണ് റൂംസിന് പേരിട്ടിരിക്കുന്നത്. ഇത് നമ്മൾ ഒരു റൂമാണ് കേട്ടോ. അതിൻ്റെ സെറ്റിങ്സൊക്കെ ഓക്കെ, എല്ലാ റൂമും അറ്റാച്ച്ഡാണ്.
അറ്റാച്ച്ഡ് വാഷ്റൂമൊക്കെ ഉണ്ട്. എന്നാൽ പോലും നമുക്ക് സത്യം പറഞ്ഞ ഒരു തൃപ്തി വന്നില്ല കേട്ടോ. പക്ഷെ നമ്മൾ എവിടെ ചെന്നാലും ഒരുമയുണ്ടേലും ഒലക്കമേലും കിടക്കും എന്ന് പറഞ്ഞ കൂട്ട് നമ്മളെല്ലാവരുമായിട്ട് അടിച്ചു പൊളിച്ച് എല്ലാ തവണത്തെയും പോലെ സന്തോഷകരമായിട്ട് തന്നെ പിരിഞ്ഞു. പിന്നെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നില്ല, അതിൻ്റെ ഒരു സങ്കടമുണ്ട്. അവരൊക്കെയാണ് സത്യം പറഞ്ഞാൽ നമുക്കിങ്ങനെ കൂടണം എന്നൊക്കെ പറഞ്ഞ് എല്ലാം തുടങ്ങി വെച്ചത്. അപ്പം എത്രയും പെട്ടെന്ന് അവരും കൂടി നമ്മുടെ കൂടെ ജോയിൻ ചെയ്യും. നമുക്കപ്പം ഇതാണ് സെക്കൻഡ് റൂം. എല്ലാം ഒരേ മോഡൽ തന്നെ. പിന്നെ ഒരു റൂം മാത്രം പിള്ളേരുടെ ബെഡ് പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇതിനോട് ചേർന്നിട്ടാണ് ഇത് വെളിയിലേക്കുള്ളതാണെന്ന് തോന്നുന്നു കേട്ടോ ഈ ഒരു ഡോറ്. ഇത് കിച്ചണാണ്. കിച്ചണിൽ ആ കിടക്കയൊക്കെ അവർ മാറ്റി തന്നിട്ടുണ്ടായിരുന്നു. അതാണ് ഞങ്ങൾ പറഞ്ഞത്. നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ആ ഒരു നീറ്റ് ഉണ്ടായിരുന്നില്ല. നമ്മൾ ചെന്ന് അവരോട് പറഞ്ഞിട്ടാണ് പിന്നീട് അവർ ക്ലീൻ ചെയ്തതൊക്കെ. നമ്മളെല്ലാ ഇതും ചെക്ക് ചെയ്തപ്പോൾ ഫ്രിഡ്ജ് വർക്ക് ചെയ്യുന്നില്ല. പിന്നെ അവരോട് പറഞ്ഞ് അവർ ആളെ വിളിച്ച് ഒരു 2 മണിക്കൂറിനുള്ളിൽ ക്ലിയർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എല്ലാം ഇതൊക്കെ ഒന്ന് സെറ്റായി വരാനുള്ള താമസം കൊണ്ട് തന്നെ ഫുഡ് ഉണ്ടാക്കി കഴിക്കുക. നമ്മൾ ഗീ റൈസും ബീഫും ഒക്കെയാണ് വയ്ക്കാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഒരു 3 മണിയായിട്ടുണ്ടാവും നമ്മളെല്ലാവരും കൂടി പിന്നെ കഴിച്ചൊക്കെ വന്നപ്പോഴത്തേക്കും. എങ്കിലും നമ്മളെല്ലാവരും കൂടി കൂടുമ്പോൾ അതൊക്കെ ഒരു രസമല്ലേ. അങ്ങനെ അങ്ങ് പോയി. ഇത് 3ാമത്തെ റൂം, ഇത് 4ാമത്തെ റൂം. കണ്ടോ, ബ്രഹ്മപുത്ര എന്നാണ് പേര്. അപ്പോൾ ഇത് കുറച്ചുകൂടി ഇത്തിരി നല്ല നീളമുള്ള റൂമാണ്. അപ്പോൾ ഇവിടുന്ന് ഡോർ തുറന്ന് വെളിയിലേക്ക് ഇറങ്ങിയതാ നമ്മുടെ സ്റ്റേജ് സംഭവം. അങ്ങോട്ടുള്ള ഓപ്പണിംഗ് ആണത്. അങ്ങനെ എന്താ പറയുക, പിന്നെ ഇവിടെ ഒരു ചെറിയ ഔട്ട് ഹൗസ് പോലെയുണ്ട്. അതും ആണുങ്ങളൊക്കെ കുറച്ച് നേരം ഇരുന്നു എന്നല്ലാതെ ആരും അങ്ങോട്ടൊന്നും പോയില്ല. കാരണം ആ ഒരു എന്താ പറയുക സെറ്റപ്പ് ഒന്നും നമുക്കത്ര കണ്ടില്ല. എല്ലാം അങ്ങനത്തെ അവരുടെ പരിപാടിയുടെ ബോർഡും കാര്യങ്ങളും ഒക്കെ അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് അത് ക്ലീൻ ചെയ്ത് കൊടുത്തു എന്നാണ് പറഞ്ഞത്. പിന്നെ നമ്മൾ അങ്ങോട്ട് കയറിയില്ല. സത്യത്തിൽ പിള്ളേർക്ക് കളിക്കാനായിട്ടും ഒരു ചെറിയ പ്ലേ ഏരിയയൊക്കെ ഉണ്ട് കേട്ടോ. കളിക്കാൻ എല്ലാവരും കുട്ടികൾ എൻജോയ് ചെയ്തു. പിന്നെ ദൂരോട്ടെങ്ങും പോകുമെന്നുള്ളൊരു പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. കവേർഡാണ്. രാത്രി ഫുള്ള് സ്റ്റേജൊക്കെ നല്ല നമ്മുടെ കുട്ടികളും വലിയവരും എന്താ പറയുക പ്രായം ഒന്നും നോക്കില്ല. എല്ലാവരും നല്ല അടിച്ച് പൊളിച്ച് ഡാൻസൊക്കെ കളിച്ച് പാട്ട് പാടി. ഇപ്രാവശ്യം ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു, നമ്മുടെ കൂടെ പാട്ടുകാർ കൂടുതലായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ കരോക്കെ വെച്ചിട്ട് നമ്മൾ തന്നെ അങ്ങ് പാടുമായിരുന്നു. അങ്ങനെ കുറച്ചുകൂടിയൊക്കെ സന്തോഷം ഉണ്ടായിരുന്നു. ഇത് വെളിയിലേക്കുള്ള ഒരു ഏരിയയാണ്. അങ്ങോട്ടൊന്നും നമുക്ക് പോകേണ്ടി വന്നില്ല. ജസ്റ്റ് ഒന്ന് നടന്ന് കാണാമെന്നുള്ളതൊക്കെ ഉള്ളൂ. പിന്നെ തൊട്ടപ്പുറേ ഇതുപോലെ ഒരു ചെറിയ ഔട്ട് ഹൗസ് ഉണ്ട് കേട്ടോ. അതും അവർ വാടകയ്ക്ക് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ചെന്നപ്പോഴത്തേക്കും നമുക്കത് ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തു. വേറെ ആൾക്കാരും കുറച്ച് പേര് വന്നിട്ടുണ്ടായിരുന്നു. അവർ പക്ഷേ സ്റ്റേ ഉണ്ടായിരുന്നില്ല. അവർ വന്ന് കുറച്ച് കഴിയുമ്പോൾ പോയി. അപ്പം അതിന് നമ്മളൊരു ഫാം എടുക്കുമ്പോൾ അത് ഫുള്ളായിട്ട് തന്നെ നമുക്ക് വേണമല്ലോ. അങ്ങനത്തെ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എങ്കിലും നമുക്കത് ഫീൽ ചെയ്തില്ല. നമ്മൾ തട്ടിയും മുട്ടിയൊക്കെ അങ്ങ് പോയി. അപ്പം ഇത് ഞാൻ വിചാരിച്ചു ഇവിടെ ബേഡ്സും ഒക്കെ ഒത്തിരി കാണുമെന്ന്. ചെന്നപ്പോൾ നമ്മുടെ പട്ടിക്കുഞ്ഞുങ്ങൾ മാത്രമേ ഉള്ളൂ. നല്ല നാടൻ പട്ടിക്കുഞ്ഞുങ്ങൾ കേട്ടോ. പക്ഷേ എന്താ പറയുക, അഴിച്ചൊന്നും വിട്ടിട്ടില്ല. അങ്ങനെ നടക്കുകയാണ്. അവന്മാർ മാത്രമേ ഉള്ളൂ ആ പരിസരത്ത്. 3-4 കൂടുകളുള്ളതിൽ ഇവർ മാത്രമേ ഉള്ളൂ സുഖമായിട്ട് അവിടെ താമസിക്കുന്നവർ. പിന്നെന്താ, അപ്പോൾ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മുടെ പട്ടിക്കുഞ്ഞുങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ കാണാനായിട്ട്. പിന്നെന്താ, ഇതാണ് നമ്മൾ കയറി വന്ന ഒരു റൈറ്റ് സൈഡിലേക്കുള്ള ഇതാണ് കേട്ടോ. ഇത് മിക്ക സ്ഥലത്തും മൈത്രി ഫാം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അവരുടെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ തന്നെ ഷെയർ ചെയ്തിട്ടുണ്ട്, പിൻ ചെയ്ത് വെച്ചേക്കാം. പിന്നെന്താണ്, ഇതൊക്കെ കളിക്കുന്ന ഏരിയ ആയിട്ട് ബന്ധപ്പെട്ട ഓരോരോ ഇതുപോലെ ഹട്ട് പോലെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് കേട്ടോ നമ്മൾ വരുന്നിടത്ത് തന്നെ. പിന്നെ നമ്മൾ എല്ലാവരും വന്നു. പെട്ടെന്ന് തന്നെ കുക്കിങ്ങിലോട്ടൊക്കെ കടന്നു. സവോള അരിയൽ, തക്കാളി അരിയൽ അങ്ങനെയുള്ളതിലൊക്കെ ചെറുതായിട്ട് സഹായിച്ച് നമ്മളൊക്കെ അങ്ങനെ കൂട്ടത്തിലെല്ലാവരും കൂടി നിൽക്കുന്നവർ നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാ ഫ്രിഡ്ജും കൊണ്ട് പോകുന്നതാണ് നന്നാക്കാനായിട്ട്. അങ്ങനെ നമ്മൾ പതുക്കെ എല്ലാം സെറ്റ് ചെയ്ത് ആ ഒരു സമയത്ത് കണ്ടോ പരിപ്പ് കറിയാണ്. പിന്നെന്താ ബീഫ്, നമ്മുടെ ചോറിനുള്ള വെള്ളം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ ബീഫ് കറി ആയിട്ടുണ്ട്. പിന്നെന്തായിരുന്നു, നമ്മുടെ ഗണേഷ് ചേട്ടൻ നല്ല ഫിഷ് കറി, എനിക്ക് തോന്നുന്നു ചൂരയാണെന്ന് കേട്ടോ, കറക്റ്റായിട്ട് ഓർമ്മയില്ല. അത് മീൻ കറി വെച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ അരി കഴുകി വെച്ചിരിക്കുകയാണ്, ഊറ്റാനായിട്ട് വെച്ചിരിക്കുകയാണ്.
പിന്നെ ബാക്കി നമ്മൾ രാത്രിയിലത്തേക്കുള്ള സാധനങ്ങളാണ് കേട്ടോ ഈ നിരന്നിരിക്കുന്ന ഫുള്ള്. ഫ്രിഡ്ജ് വരാത്ത കാരണം അങ്ങനെ വെളിയിലിരിക്കുകയാണല്ല. നമ്മൾ ഇതുപോലത്തെ പാത്രത്തിൽ 2 പാത്രം അരിയാണ് കേട്ടോ എടുത്തത്. അങ്ങനെ പിന്നെയും കുറേ മിച്ചം വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ അവിടെ കൊടുത്തിട്ട് തന്നെ പോന്നു. അപ്പോൾ ഇതാ ഇനി ചോറും കൂടി ആവാനുണ്ടായിരുന്നുള്ളൂ. ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോയപ്പോൾ ഇതാ നമ്മുടെ കുട്ടിപ്പട്ടാളം തുടങ്ങിക്കഴിഞ്ഞു. യുദ്ധം എന്ന് പറയുന്ന പോലെ നമ്മുടെ സ്വിമ്മിംഗ് പൂളിൽ കിടന്ന് നല്ല അടിപൊളി കളി. രക്ഷയില്ല. അച്ഛന്മാരെല്ലാം ചുറ്റും എന്താ പറയുക വടിയും തടിയായിട്ട് ടർക്കിയൊക്കെ ആയിട്ട് കാത്തു നിൽപ്പുണ്ട്. നമ്മൾ അടുക്കള കിച്ചണിലായിരുന്നല്ലോ. അപ്പോൾ എന്താ പറയുക, പിന്നെ നമ്മൾ കുട്ടികൾ കുളിച്ച് കഴിഞ്ഞ ഉടനെ ഫുഡ് കഴിക്കാനായിട്ടിരുന്നു. ഏകദേശം ഒരു 3 മണിയായിട്ടുണ്ടാവും കേട്ടോ. എന്താ പറയുക, നമ്മൾ 11 മണിക്ക് എത്തേണ്ട ആ ഒരു ടൈം കഴിച്ചുകൊണ്ട് വലിയ വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും ഫുഡ് നല്ല അടിപൊളിയായിരുന്നു. പിന്നെന്താ പറയുക, അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. അതിനുശേഷം നമ്മൾ അടുത്ത പരിപാടിയിലേക്ക് കിടക്കുകയാണ്. ഗീ റൈസും പരിപ്പ് കറിയും ബീഫ് കറിയും പിന്നെന്തായിരുന്നു പപ്പടം, പിന്നെ നമ്മുടെ ഫിഷ് കറി, ഇത്രയായിരുന്നു ഉള്ളത്. ഒരച്ചാറിൻ്റെ കുറവുണ്ടായിരുന്നു എന്ന് വിചാരിക്കേണ്ട. പക്ഷെ നമ്മൾ ഉള്ള കറികളെല്ലാം അടിപൊളിയായിട്ട് കഴിച്ചു. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് പിന്നെ കുറച്ച് റെസ്റ്റ് എടുക്കുന്ന സമയത്ത് നമ്മുടെ എന്താ പറയുക, നമ്മൾ വൈകുന്നേരം മുളക് വടയെന്നാണ് പറയുന്നതെന്ന് തോന്നുന്നു. അതിനൊക്കെ ഉള്ളത് കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളതൊക്കെ സംസാരിച്ചുകൊണ്ട് നമ്മൾ കഴിക്കാൻ റെഡിയാവുകയാണ്. അപ്പോൾ കളി കഴിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ ജെൻസിൻ്റെ പാട്ട് ഫുള്ള് കളിക്കാനായിട്ട് അങ്ങ് പോയി. അവിടെ ക്രിക്കറ്റ് കളി, ഓടിപ്പിടുത്തം, പിള്ളേർ അങ്ങനെ കളിക്കുന്നു ഇങ്ങനെ കളിക്കുന്നു. എൻ്റെ പൊന്നോ, കളി എന്തൊക്കെയാണെന്ന് പറയാൻ പറ്റില്ല. നല്ല അടിച്ചു പൊളിച്ചു കുഞ്ഞു കുട്ടികളൊക്കെ. ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് നമ്മുടെ കുഞ്ഞു മക്കളായിരുന്നു കേട്ടോ. അവർ എന്താ പറയുക, ശരിക്കും ഇങ്ങനെയുള്ള ഒരു ഇതാണ് അവർ ശരിക്കും എൻജോയ് ചെയ്തിരുന്നത്. നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. എല്ലാത്തിനെയും ചെരുപ്പൊക്കെ ഇടിപ്പിച്ച് നടത്തിയിട്ട് ചെരുപ്പൊക്കെ വലിച്ച് ദൂരെ എറിഞ്ഞിട്ട് എവിടേക്കോ ഓടുകയാണ്. പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഇതാ നമ്മൾ ചായക്കടി ഉണ്ടാക്കുകയാണ്. നമ്മുടെ ഹർഷാനയുടെ വകയായിരുന്നു ഇതിൻ്റെ മാവൊക്കെ കുഴച്ച് കിട്ടിയത് കേട്ടോ. അല്ല, പകുതി മുക്കാലും ഉണ്ടാക്കിയത് ഇത് തന്നെയായിരുന്നു. പിന്നെന്താ ചായ, അങ്ങനെ മുളക് വട, എനിക്ക് ആ പേരിപ്പോഴും മനസ്സിൽ കിട്ടുന്നില്ല, മുളക് വട എന്നാണെന്ന് തോന്നുന്നു. അപ്പം അതും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. നമ്മൾ കടയിൽ കിട്ടുന്ന അതേ രുചി. ഇപ്പോൾ കണ്ടോ, നൈറ്റായിട്ടുണ്ട്. അപ്പം നമ്മുടെ ലൈറ്റൊക്കെ വന്നപ്പോഴത്തേക്കും നല്ല ഒരു അടിപൊളി അന്തരീക്ഷമായി. അങ്ങനെ പിന്നെ ആടിൻ്റെ മേലൊരു വര. യൂട്യൂബറായി എന്നെ കളിയാക്കുന്നതാണ് കേട്ടോ നിങ്ങൾ കേട്ടത്. അപ്പോൾ എന്താ, എന്നെ ഒരു വലിയ യൂട്യൂബറായിട്ടാണ് എല്ലാവരും കണ്ടിരിക്കുന്നത്. നമുക്കതൊരു സന്തോഷമല്ലേ. അപ്പോൾ ഇതാ നമ്മുടെ മൈത്രി ഫാം എന്നൊക്കെ ഉള്ളത് നല്ല അടിപൊളിയായിട്ട് എന്താ നല്ല ലൈറ്റൊക്കെ സെറ്റിങ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. കുട്ടികൾ രാത്രിയിൽ പ്ലേ ഏരിയയിൽ തന്നെ. പിന്നെ നമ്മൾ ആ ഏരിയയിലൊക്കെ ഇങ്ങനെ കുറേ നടന്ന് നല്ല തണുപ്പായിരുന്നു കേട്ടോ. അങ്ങനെ ഫുള്ള് എന്താ പറയുക, ഫുള്ള് കണ്ടുകൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഇവിടത്തേക്ക് ഇവിടെ ജെൻസ് എല്ലാവരും കൂടി കളി എപ്പോഴും തീർന്നിട്ടില്ല. ഒരു സൈഡിൽ പാട്ട്, ഒരു സൈഡിൽ ചിക്കൻ ചുടൽ, അങ്ങനെ അങ്ങ് തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ വെജിറ്റേറിയൻസിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ചുടാനായിട്ട്. അപ്പോൾ അതൊന്നും കഴിക്കുന്ന വീഡിയോസൊന്നും എടുത്തിട്ടില്ല. എങ്കിലും എന്താ, ഒരു സൈഡിൽ പാട്ടും ഒരു സൈഡിൽ കുക്കിങ്ങും ഒരു സൈഡിൽ കളിയും ഒക്കെ ആയിട്ട് നല്ലൊരു നൈറ്റ്. ഉറങ്ങി തീർക്കാൻ തോന്നിയില്ല സത്യത്തിൽ. എനിക്ക് തോന്നുന്നു കുറേ രാത്രിയായി. ഞാൻ പിന്നെ നാട്ടിൽ നിന്ന് വന്ന അന്ന് തന്നെയായിരുന്നു കേട്ടോ നമ്മൾ ഈ സ്റ്റേക്ക് പോയിരുന്നത്. എനിക്ക് തോന്നുന്നു എന്നാ വന്നതെന്ന് പോലും സത്യത്തിൽ ഞാൻ ഓർക്കുന്നില്ല. ജനുവരി ലാസ്റ്റായിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ എന്താ പറയുക, വന്നപ്പോൾ ഞാൻ മാത്രം നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഡേന്ന് ഉറങ്ങിപ്പോയി. പക്ഷേ ബാക്കി ആരും ഉറങ്ങിയില്ല. അവരെല്ലാം കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ അവിടെ കിടന്ന് സുഖമായി ഉറങ്ങി. നിന്നാൽ പോലും ഉറങ്ങും എന്നൊരവസ്ഥയിലായതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഉറങ്ങിപ്പോയി. ബാക്കി എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു. കിടന്നു കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ഉറങ്ങാനായിട്ട് പോയത്. അങ്ങനെയല്ല, നേരത്തെ പോയി കിടന്നു എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. എല്ലാവരും കിടക്കുന്നൊപ്പം തന്നെ ഞാനും കിടന്നു. അവരെല്ലാവരും വർത്താനം പറഞ്ഞു, ഞാൻ ഉറങ്ങി, അത്രേ സംഭവിച്ചുള്ളൂ. അപ്പോൾ നമ്മുടെ
എന്താ പറയുക മ്യൂസീഷ്യൻസൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ലൈ ചേട്ടൻ, ദിലീപ് ഏട്ടൻ, ഷംനാസ് ഏട്ടൻ, ബിനോയ്, പിന്നെ ഗണേഷ് ഏട്ടൻ, എല്ലാവരും നല്ല പാട്ടുകാരാണ്. എല്ലാവരും അടിപൊളിയായിട്ട് പാടുകയും ചെയ്തു കേട്ടോ. പിന്നെ നമ്മുടെ കുഞ്ഞുമക്കളുടെ കാര്യം പറയണ്ടല്ലോ, ആദ്യമൊക്കെ നോക്കി നിന്നു, പിന്നെ അങ്ങോട്ട് കയറി സ്റ്റേജിലോട്ട്, പിന്നെ അവരങ്ങ് കൈയടക്കുമായിരുന്നു. എന്തായാലും അവരുടെയൊക്കെ ആ ഒരു സന്തോഷവും എൻജോയ്മെൻറ്റും ഒക്കെ കണ്ടിരുന്നിട്ട് എനിക്ക് വീഡിയോയിൽ പകർത്തി മതിയായില്ല കേട്ടോ. അതുകൊണ്ട് കുറേ ഭാഗങ്ങൾ ഞാനങ്ങനെ എഡിറ്റ് ചെയ്യാണ്ട് കുറേ അങ്ങ് വിട്ടിട്ടുണ്ട്. എല്ലാവരും കണ്ട് എൻജോയ് ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം എഴുതി അറിയിക്കുക കേട്ടോ. പിന്നെന്താണെന്നറിയോ, ഞാൻ വോയിസ് ആദ്യം ഈ ഭാഗത്തൊന്നും കൊടുക്കുന്നില്ല എന്ന് വിചാരിച്ചു. പക്ഷേ എനിക്കൊരു പേടി, നമ്മുടെ ആൾക്കാരാണ് പാടുന്നതെങ്കിലും ഉണ്ടല്ലോ, എങ്ങാനും കോപ്പിറൈറ്റ് കയറി വന്നാലോ. അതുകൊണ്ട് ഞാൻ അതിൻ്റെ കൂടെ വോയിസും കൂടി കൊടുക്കുകയാണ്. എന്താ പറയുക, ഒത്തിരി എൻജോയ് ചെയ്ത ഒരു നൈറ്റായിരുന്നു. അങ്ങനെ എല്ലാവരും പാട്ടുപാടി ആഹാരം കഴിച്ചു. ഇതിൻ്റെ ഇടയിൽ കൂടി കഴിപ്പുമൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. കുറേ പേര് ജോബ് സാറ്റർഡേ അല്ലായിരുന്നു, ജോബ് ഉള്ളത് കൊണ്ട് നൈറ്റാണ് ജോയിൻ ചെയ്തത്. അങ്ങനെ ഫുഡടിയും പാട്ടും ബഹളവും ഒക്കെ ആയിട്ട് ഒരു നൈറ്റ് അങ്ങനെ അവസാനിക്കാൻ പോവാണ്. സത്യം പറഞ്ഞാൽ അന്ന് രാത്രി ആവണ്ടെന്ന്, നേരം വെളുക്കണ്ടെന്ന് ഒത്തിരി ആഗ്രഹിച്ചു. അത് കണ്ടോ, ആ ഒരു എന്താ പറയുക, പെടുത്തം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അവർക്ക് തിരിഞ്ഞ് ആ ഒരു റൗണ്ട് ഒപ്പിക്കുന്നതിന് വരെ ആ നിപ്പിൽ അവർ കളിക്കുന്നത് കണ്ടോ. എങ്ങനെയായാലും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഇവരുടെ എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു. ഇവർ 4 പേരും ഒരേ പ്രായമാണ്, 4 പേരും കളിക്കുന്നത് കണ്ടിട്ട്. പിന്നുണ്ടല്ലോ, ഇവരുടെ ഡാൻസിൻ്റെയൊക്കെ ഇടയിൽ ഞാനിങ്ങനെ വോയിസ് കൊടുക്കേണ്ടി വരുന്നതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ ഓർത്തു ഒത്തിരി ഇടണ്ട, കുറച്ചിട്ടാൽ മതിയെന്ന്. അങ്ങനെ വിചാരിച്ച് ഞാൻ കുറേ ഡാൻസും കാര്യങ്ങളും പാട്ടും എല്ലാം അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയുമായിരുന്നു കേട്ടോ. അത് ലൈവ് ചേട്ടൻ എൻ്റെ യൂട്യൂബിനെ കളിയാക്കിയതാണ് കേട്ടോ കണ്ടത്. എനിക്ക് യൂട്യൂബിന് വേണ്ടിയിട്ട് ഡാൻസ് കളിച്ച് തന്നതാണ്. അങ്ങനെ 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 നല്ലൊരു രാത്രി ഇവിടെ അവസാനിക്കുകയാണ്. പിന്നെയും പാട്ട് ബഹളമൊക്കെ ആയിട്ട് നമ്മൾ ഏകദേശം ഒരു വെളുപ്പിനെ വരെയൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ക്യാമ്പ് ഫയർ നടത്തി. അങ്ങനെ പുതിയ 2-3 കൂട്ടർ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. എല്ലാവരെയും പരിചയപ്പെട്ടു. ഇനിയും നമുക്ക് ഇതുപോലെയുള്ള ഗ്യാതറിങ് ഉണ്ടാവട്ടെ. നമ്മുടെ കുഞ്ഞുമക്കൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന സന്തോഷങ്ങളിലൊന്നാണ്. അങ്ങനെ നമ്മൾ ക്യാമ്പ് ഫയറൊക്കെ കഴിഞ്ഞിട്ട് പതുക്കെ കിടന്ന് പിന്നെ പിറ്റേ ദിവസം എന്താ പറയുക, ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് 11 മണിയായപ്പോഴത്തേക്ക് പിരിയായിരുന്നു. നമ്മൾ ക്യാമ്പ് ഫയറൊക്കെ ചെയ്യുന്ന സമയത്ത് അത്ര ആ തീയുടെ ചൂട്ടിലിരുന്നത് കൊണ്ടാണ് നമുക്ക് അത്രയും തണുപ്പ് ഇതാക്കാഞ്ഞത്. കാരണം എന്താ പറയുക, ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ. നല്ല തുറസായ സ്ഥലമായതുകൊണ്ട് തന്നെ നല്ല തണുപ്പായിരുന്നു. അവസാനം എന്താ പറയുക, ജെൻസ് എനിക്ക് തോന്നുന്നു കുറേ കഴിഞ്ഞിട്ടാണ് അവർ പാട്ടൊക്കെ പാടി വെളുപ്പിനെയൊക്കെയാണ് ഉറങ്ങിയെന്ന് എനിക്ക് തോന്നുന്നു. നമ്മളെന്തായാലും കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും പതുക്കെ ഉറങ്ങാനൊക്കെ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ നേരം വെളുത്ത് എഴുന്നേറ്റ് വന്നപ്പോൾ കണ്ട കാഴ്ചയാണ്. കുട്ടികളെപ്പോഴും പ്ലേ ഏരിയയിൽ തന്നെ. പിന്നെ നമ്മൾ എന്താ പറയുക, പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉപ്പുമാവ് ഉണ്ടാക്കാനുള്ള സെറ്റപ്പിലൊക്കെയാണ് കേട്ടോ നമ്മൾ വന്നത്. പക്ഷേ എന്താ പറയുക, ബ്രെഡും ഒക്കെ ഉണ്ടായിരുന്നു. ബ്രെഡും ജാമും പിന്നെ തലേ ദിവസത്തെ നമ്മുടെ എല്ലാ സംഭവങ്ങളും മിച്ചം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ആയിട്ട് നമ്മളങ്ങ് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എടുത്തു. പിന്നെ നമ്മൾ എല്ലാ പതിവും പോലെ നല്ല ഒരു അടിപൊളി ഫോട്ടോയൊക്കെ എടുത്ത്, ഫാമിലി ഫോട്ടോയൊക്കെ എടുത്ത് അങ്ങ് ഇനി പുതിയൊരു ഫാം സ്റ്റേക്ക് കാണാം എന്ന പ്രതീക്ഷയോടുകൂടി പിരിയായിരുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ കമൻറ്റ്സ് എഴുതി അറിയിക്കുക. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും സത്യം പറഞ്ഞ് ഇറങ്ങി നിന്നിട്ട് പോകാൻ നല്ല മടിയായിരുന്നു കേട്ടോ. അങ്ങനെ വർത്തമാനം പറഞ്ഞ് തന്നെ കുറേ നേരം പോയി. എന്താ പറയുക, അങ്ങനെ വർത്തമാനം പറഞ്ഞ് കുറേ നേരം നിന്നു. അങ്ങനെ ലാസ്റ്റ് നമ്മൾ ഫോട്ടോയൊക്കെ എടുത്ത് അങ്ങ് പിരിഞ്ഞു. ഓക്കെ, അപ്പം നമുക്ക് ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ.